വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നൗ വിത്ത് Rameshvoice. പച്ചമലയാളത്തിലൂടെ കേട്ടിലൻ ഇംഗ്ലീഷ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യമായിട്ടുള്ള കാര്യം പറയാം. അതായത് കഴിഞ്ഞ ATGയിൽ ഉറുമ്പ് കടിക്കുന്ന പോലെ ഒരു ചെറിയൊരു വേദന ഉണ്ടാവും. പേടിക്കേണ്ട, പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ഭയാനക വേദനയായിരുന്നു, പറഞ്ഞ് പറ്റിക്കലായിരുന്നു. അതിൻ്റെ ആ കരച്ചിലിൻ്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമുക്ക് ഇതിനെ ഒന്ന് ശരിപ്പെടുത്തണ്ടേ. അങ്ങനെ ശരിപ്പെടുത്താൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇംഗ്ലീഷിലുണ്ടോ? സാമാന്യ ജനങ്ങൾക്ക് ഉപയോഗിക്കാനും ഉപകാരപ്രദമാവാനുള്ള കാര്യങ്ങൾ, വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു സാധാരണ കാര്യമാണ്, നമുക്കൊന്ന് നോക്കാം. പിന്നെ ആരോ എഴുതിയിരുന്നു, ഇത് ഇത്തരം കാര്യങ്ങൾ എഴുതാൻ മാത്രമാണ്, ബാംഗ്ലൂർ, ചെന്നൈ, UAE ഇവിടെയൊന്നും ആരും ഇത് ഉപയോഗിച്ച് കേട്ടിട്ടില്ല എന്ന്. അത് ഒരു പക്ഷേ സത്യമാവാം. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം നമുക്ക് പല രീതിയിൽ പറയാം. പക്ഷേ നിങ്ങൾ തന്നെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് നിത്യജീവിതത്തിൽ ഇതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാകുമെന്ന്. ഈ പറയുന്ന കാര്യങ്ങൾ മറ്റു ഏതൊക്കെ രീതിയിൽ പറയാമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം അല്ലേ. നമ്മളെന്തിനും ശരിപ്പെടുത്താൻ പറ്റാത്തൊരു കാര്യമുണ്ടോ? ശരി, ഈ കോസറ്റീവ് വേർബ്, നിങ്ങൾ കോസറ്റീവിൽ നിങ്ങൾ ആ വീഡിയോയിൽ ആദ്യം എത്ര പേര് പിന്നെ കടന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോസറ്റീവ് ആയാലും പാസീവ് ആയാലും എല്ലാ ടെൻസുകളിലും പറയേണ്ട കാര്യമില്ല. അത് ജീവിതത്തിൽ പല ടെൻസുകളിലും പറയുമ്പോൾ വളഞ്ഞു പോകേണ്ടി വരും, കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ പറയാവുന്നതാണ്, കൊച്ചു സെൻറ്റൻസുകളിൽ പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ചില ടെൻസുകൾ കോസറ്റീവ് ആൻഡ് പാസീവ്, അത് സാധാരണ യൂസ് ചെയ്യാറില്ല. അതാദ്യം മനസ്സിലാക്കുക. കോസറ്റീവിനെ കുറിച്ച് നിങ്ങൾക്കൊരു കാര്യം അറിയാം. അതായത് നമ്മൾ മറ്റൊരാളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം ആളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുന്നതാണ്. നമുക്ക് വേണ്ടി മറ്റൊരു കൂട്ടർ ഒരു കാര്യം ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് കോസറ്റീവ്. നിങ്ങൾക്കറിയാം, ഇതിനൊരു സിമ്പിൾ ഫോർമുലയുണ്ട്. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഗെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വേർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വേർബിൻ്റെ V3. അതാണ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഗെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3. വളരെ സിമ്പിൾ. ഇനി നമുക്കൊന്ന് അതിലൂടെ ഒന്ന് കടന്നു പോകാം. ഇതിലെ ഹാവും ഗെറ്റും ഏത് ടെൻസാണോ, ഏത് കാലമാണോ, ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമ്മൾ അതിൽ മാറ്റം വരുത്തത്രേ വേണ്ടൂ. ഞാൻ എൻ്റെ കാർ വാഷ് ചെയ്യിക്കുകയാണ്, സർവീസ് ചെയ്യിക്കുകയാണ്. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതിപ്പോൾ നടക്കുന്നൊരു കാര്യമാണ്. ഞാനല്ല ചെയ്യുന്നത്, ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിക്കുകയാണ്. ഐ എം ഗെറ്റിംഗ്, കണ്ടിന്യൂസ് ആണ്. ഐ എം ഗെറ്റിംഗ് മൈ കാർ സർവീസ്ഡ്. ഐ എം ഹാവിങ് മൈ കാർ സർവീസ്ഡ്. ഇനിയിപ്പോൾ ഷീ ആണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ, ഷീ ആണെങ്കിൽ ഷീസ് ഗെറ്റിംഗ് ഹെർ കാർ സർവീസ്ഡ്. അതിപ്പോൾ യു ആണെങ്കിലും ദേ ആണെങ്കിലും വി ആണെങ്കിലും വി ആർ ഗെറ്റിംഗ്, ദേ ആർ ഗെറ്റിംഗ് ദെയർ കാർ സർവീസ്ഡ്. വി ആർ ഗെറ്റിംഗ് our car serviced. They are getting their car serviced. She is getting her car serviced. He is getting her car serviced. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യിക്കുകയാണ്, നമ്മളാണ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഈ ഹാവ് ഉപയോഗിക്കുമ്പോൾ, ഹാവ് യൂസ് ചെയ്യുമ്പോൾ പലയിടത്തും ചില ഹാവ് ഹാഡ്, ഹാസ് ഹാഡ് ഒക്കെ വരും. ഓക്കെ, അത് ആ ഒരു ഇഷ്യൂ ഇല്ലാതാവാനായിട്ട് നിങ്ങൾ അതും വയ്ക്കാൻ നല്ലതാണ്, അങ്ങനെ യൂസ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഗെറ്റ് ഉപയോഗിച്ചാലും യാതൊരു പ്രശ്നമില്ല. ഗെറ്റാണ് സിമ്പിളെങ്കിൽ ആദ്യമേ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പഠിക്കുക. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിക്കാറുണ്ട് എന്നാണ്, അറ്റ് റെഗ്യുലർ ഇൻ്റർവെൽസ് ഓർ അറ്റ് കാർ കെയർ ഓർ കാർ എക്സ്പ്രസ്, അത്തരം സ്ഥാപനങ്ങളിലാണെങ്കിൽ. അപ്പോൾ ഐ ഗെറ്റ് മൈ കാർ സർവീസ്ഡ് അറ്റ് റെഗ്യുലർ ഇൻ്റർവെൽസ്. I have my car serviced. She ആണെങ്കിൽ she gets her car serviced. നിങ്ങൾക്കറിയാം, സിംഗുലർ ആണെങ്കിൽ ഗെറ്റ്സ് വേണം. ഇനി അത് ഹാസ് വെച്ചിട്ടാണെങ്കിൽ ഷീ ഹാസ്
her car serviced. She gets her car serviced. She has her car serviced. I have my car serviced. They have their car serviced. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിച്ചു. എന്താണ്? സിമ്പിൾ പാസ്റ്റ്. I got my car serviced. They got their car serviced. We got our car serviced. She got her car serviced. അതിൽ വ്യത്യാസമൊന്നുമില്ല. He got his car serviced. ഹാവ് ആണെങ്കിൽ വെച്ചിട്ടാണെങ്കിൽ had എന്നാവും അത്. I had my car serviced. They had their car serviced. She had her car serviced. ഇത്രയും സിമ്പിളാണത്. അതിൻ്റെ ഒരു ചെറിയൊരു ഉടക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റൊന്നുമില്ല ഇത്. ഓക്കെ, മനസ്സിലായില്ലേ? പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പം തന്നെ മറക്കുക. കോമഡി ഷോസും ഈ ജാതി ഒരുപാട് വേണ്ടാത്ത കുറേ സാധനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുക. ജീവിതത്തെ മാറ്റിമറിക്കാൻ തക്ക കരുത്തുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഭാഷാ പഠനം എന്നുള്ള കാര്യത്തിന് ഏറ്റവും കുറച്ച് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോമിനൻസ് കൊടുക്കുക. എന്നിട്ട് കരയുക, വിലപിക്കുക, വിഷമിക്കുക. മോശം. അടുത്ത ലീവ്. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിക്കുകയായിരുന്നു. അങ്ങനെ വരാം അല്ലേ? ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ഒരു കാര്യമുണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ. അപ്പം ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യുകയായിരുന്നു എന്നും പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ളത് ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസിൽ നിങ്ങൾ നോക്കിക്കോളൂ, ആ ഒരു ഒന്നിൻ്റെ കൂടെ മറ്റൊന്നും കൂടി ഉണ്ടാവും. ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്, ഒരു ടയർ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടത്, ടയർ ബേസ്റ്റ്. അതുപോലെ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് TV കാണുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വന്നത്. എപ്പോഴും അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഐഡിയയും കൂടിയും ചേർന്നാലേ അത് പൂർണ്ണമാകും. അതുപോലെ ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കാർ സർവീസ് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് അറിയാം. ഐ എം ഗെറ്റിംഗ് മൈ കാർ സർവീസ്ഡ്. ഐ എം ഹാവിംഗ് മൈ കാർ സർവീസ്ഡ്. ഷീ ഈസ് ഹാവിംഗ് ഹെർ കാർ സർവീസ്ഡ്. ഷീ ഈസ് ഗെറ്റിംഗ് ഹെർ കാർ സർവീസ്ഡ്. ഷീ ഈസ് ഹാസിംഗ് എന്ന് പറഞ്ഞ പരിപാടിയില്ല കേട്ടോ. ഓക്കെ, സോ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് ഐ വാസ് ഗെറ്റിംഗ് മൈ കാർ സർവീസ്ഡ്. ഷീ വാസ് ഗെറ്റിംഗ് ഹെർ കാർ സർവീസ്ഡ്. We were getting our car serviced. Okay. They were getting their cars serviced എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഒരു ഐഡിയ എന്നുള്ളത് ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ച് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ പറയാം. അധികം വളഞ്ഞു പൊളഞ്ഞു പോകാതെ. അത്രയേ ഉള്ളൂ കാര്യം. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കും എന്നുള്ളതിന് I will get my car serviced. She will get her car serviced. വളരെ എളുപ്പം അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലെങ്കിൽ I will have my car serviced. She will have her car serviced. They will have their car serviced. Their car serviced. Or they will get their cars, കാറുകളാണെങ്കിൽ serviced. നോക്കൂ, അടുത്ത ഞായറാഴ്ച ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കാൻ പോവാണ്. വളരെ എളുപ്പം. ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ കാർ സർവീസ്ഡ് നെക്സ്റ്റ് സൺഡേ. ഓർ നെക്സ്റ്റ് സൺഡേ ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ കാർ സർവീസ്ഡ്. ഷീ ഈസ് ഗോയിങ് ടു ഗെറ്റ് ഹെർ കാർ സർവീസ്ഡ്. They are going to get their cars serviced. We are going to have our car serviced. She is going to have her car serviced. I am going to have my car serviced. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു ചെറിയൊരു ക്ലിക്ക് മനസ്സിലായില്ല. ആരാ പറഞ്ഞ് എന്തിനാ ആളുകളൊക്കെ കരഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കരയുന്നവരൊക്കെ നിർത്തിയില്ലേ? നിർത്തിയെന്നാ തോന്നുന്നു, പതിയും കേൾക്കാനില്ല. ഓക്കെ, ചിരിയുടെ ശബ്ദം കേൾക്കുമോ? അതില്ല. കരയാൻ പെട്ടെന്ന് കരഞ്ഞോളും, ചിരിക്കാൻ വിഷമാണ് അല്ലേ? ശരി, ഇനി ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് I have got my car serviced. ചെയ്യിപ്പിച്ചിട്ടുണ്ട് പെർഫെക്റ്റിൽ, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ഹാവ് വേണം. ഇതിൻ്റെ
ഒരു ഹാവ് ആ ഫോം കൂടി വരും. ഓക്കെ, ഐ ഹാവ് ഗോട്ട് മൈ കാർ സർവീസ്ഡ്. ഓർ നിങ്ങൾ ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ ഹാവ് ഹാഡ് മൈ കാർ സർവീസ്ഡ്. ഹാവ് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. അപ്പോൾ ഒന്നുകിൽ ഹാഡ് അല്ലെങ്കിൽ ഗോട്ട്, അത്രയേ ഉള്ളൂ. അതാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുക. അതിന് ഐ ഹാവ് ഗോട്ട് മൈ കാർ സർവീസ്ഡ്, ഐ ഹാവ് ഹാഡ് മൈ കാർ സർവീസ്ഡ്, ഷീ ഹാസ് ഗോട്ട് ഹെർ കാർ സർവീസ്ഡ്, ഷീ ഹാസ് ഹാഡ് ഹെർ കാർ സർവീസ്ഡ്, they have had their cars serviced. അപ്പോൾ നിങ്ങൾ പ്രശ്നമുള്ളവർ അത് ഈ ഗെറ്റ് ഓർ ഗോട്ട്, ഗെറ്റിൻ്റെ ആ ഡിഫറെൻറ്റ് ഫോംസ് അതായിട്ട് അത് വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി, വളരെ എളുപ്പമാവും. എന്നാലും ഇടയ്ക്കൊക്കെ ഈ ഹാവിൻ്റെ ഫോംസ് വെച്ചും പറഞ്ഞാൽ നമുക്കത് വല്ലാണ്ട് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനായിട്ട് അങ്ങനത്തെ ഒരു ഇതായിട്ട് തോന്നില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അതും പരിശീലിക്കുക. ഓക്കെ, എനിക്കെൻ്റെ കാർ സർവീസ് ചെയ്യിക്കണം. I must get my car serviced. I must get it serviced. Or I should get it serviced. അതിനാലും പ്രശ്നമൊന്നുമില്ല. She must get her car serviced. ആളുകളുടെ കാറ് സർവീസ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്, വഴിയിൽ കിടക്കുക. അതുകൊണ്ടാണ്. So, she must get her car serviced. She must have her car serviced. I must have my car serviced. നമുക്കിതെങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. I must have my car എങ്ങനെ വേണം? സർവീസ്ഡ്, സർവീസ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കണം എനിക്ക് വേണ്ടത്. അത് അങ്ങനെയാണ് അതാവുന്നത്. I must have my car serviced. I am having my car serviced. ആ അവസ്ഥ എന്താണ്? ഐ എം ഹാവിങ് മൈ കാർ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസൊക്കെ ചെയ്യിപ്പിച്ചിട്ട് എനിക്കത് അങ്ങനെ കിട്ടാനുള്ള അവസ്ഥയിലാണ്. അത് കിട്ടും. ആ ഒരു അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ. ഐ എം ഹാവിങ് മൈ കാർ സർവീസ്ഡ്. ഐ എം ഗെറ്റിംഗ് മൈ കാർ. എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്? സർവീസ്ഡ്. എനിക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഐ ഗോട്ട് മൈ കാർ സർവീസ്ഡ്. ചെയ്യിപ്പിച്ചു. ഇങ്ങനെയും ചിന്തിക്കാം എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട്. ശാസ്ത്രീയമല്ലാട്ടത്, ആൾക്കാരെന്നെ തല്ലും. ഞാനീ പറയുന്നതൊക്കെ ചിലപ്പോൾ ആക്കഡമിക് ഒരു ആസ്പെക്റ്റിൽ അങ്ങനത്തെ ഒരു ആംഗിളിൽ നോക്കിയാൽ ചിലപ്പോൾ വിഡിത്തായിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ എങ്ങനെയെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ഉള്ളിലേക്ക് ആക്കാനും നമുക്കത് ജീവിതത്തിൽ ഉപകാരപ്പെടാനും മാത്രം, അതാണ് നമ്മളുടെ ലക്ഷ്യം. അതിന് പുറത്ത് നമ്മളിപ്പോൾ ഇവിടെ പരീക്ഷ എഴുതാനോ ജയിക്കാനോ മാർക്ക് കിട്ടാനോ ഒന്നും ഇവിടെ വിഷയമല്ല. അതൊക്കെ നമ്മുടെ പലരും കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് കാര്യം. ഇനി ഇത്രയൊക്കെ പറയുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഇതൊക്കെ കോസറ്റീവാണ്, പാസീവായിട്ട് ചെറിയൊരു സാമ്യമുണ്ടല്ലോ. ഇതൊരു കോസറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാസീവ് ഫോം കൂടിയാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം നോക്കിയുള്ളൂ. ഇതിലൊക്കെ നിങ്ങൾ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഒരാൾ, ഞാൻ, അവൾ, അല്ലെങ്കിൽ റീന, രാജു, റീനയും തോമസും, നിങ്ങൾ, അവരൊക്കെയാണ് എന്തെങ്കിലും ചെയ്യിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ് പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള കോസറ്റീവ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ഗോട്ട് മൈ കാർ സർവീസ്ഡ് എന്ന് പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ ഐ ഹാവ് ഹാഡ് മൈ കാർ സർവീസ്ഡ്. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് തന്നെ പാസീവിലാണ് വെച്ച് നോക്കൂ. എൻ്റെ കാർ സർവീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സർവീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാർ, അത് ഞാനാണെന്നപ്പോൾ എൻ്റെ കാർ, അല്ലെങ്കിൽ കാർ സർവീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരാലോ സർവീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ കാർ ഹാസ് ബീൻ സർവീസ്ഡ് എന്നാ പറയാം. അല്ലെങ്കിൽ എൻ്റെ കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഓബ്ജക്റ്റ്. മൈ കാർ ഹാസ് ബീൻ സർവീസ്ഡ്. ഇതാണ് പ്രാഥമികമായിട്ടുള്ളൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതിൻ്റെ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പല ഡിസ്കഷൻ ഫോറത്തിലൊക്കെ പോയപ്പോൾ ഭയങ്കര തമ്മിൽ തല്ലും ഭയങ്കര വഴക്കും വെക്കാനൊക്കെ നടക്കുക. നമുക്ക് യാതൊരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കിതൊരു കോണ്ടെക്സ്റ്റിൽ നമുക്കൊരു കാര്യം, നമ്മുടെ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ കോസറ്റീവിൽ മിക്കവാറും എന്നല്ല, കോസറ്റീവിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. പാസീവിൽ അറിയാൻ നമ്മൾക്ക് ഓബ്ജക്റ്റിനാണ് പ്രാധാന്യം. അങ്ങനെയാണ് സെൻറ്റൻസിനെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പറയുക കാര്യങ്ങൾ. ഇനി പല കോസറ്റീവിനെ കുറിച്ച് ഒരാൾ മിണ്ടരുത്, അലറിക്കരയരുത്, വിമ്മിക്കരയാൻ പോലും പാടില്ല. ഇനി പാസീവിനെ നമ്മളൊന്ന് നോക്കും ഇതുപോലെ. ഓക്കെ, ശരിയല്ലേ? ഒന്ന് ചിരിക്കൂ. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ഇങ്ങനെ സാധാരണ യൂട്യൂബ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഓർ
നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആളുകളൊന്നും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ആൾക്കാർ എപ്പോഴും പറയാറുള്ളത് വലിയ വാചകടിക്കാണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകും, ഞങ്ങൾക്ക് മറ്റൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ബോറടിക്കരുത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ളൊരു നാട്ടുവർത്താനാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു അക്കാഡമിക് തലത്തിലുള്ള കാര്യമല്ല. ഗംഭീര കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും ഇവിടെ. പക്ഷെ അതൊക്കെ ഒരു നാട്ടുവർത്താനം പോലെ, വല്ല ആൽത്തറയിലോ വല്ല കടത്തിണ്ണയിലോ എവിടെയെങ്കിലൊക്കെ നമ്മൾ വല്ല പറമ്പിലോ ഒക്കെ ഇരുന്നൊരു വർത്താനം പറയണ പോലെ അത്ര വിചാരിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ലാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.